നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വർക്ക്ഷോപ്പിൻ്റെ ഒരു സെഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിൽ പാർഷ്യൽ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് 50% പ്രാക്ടിക്കൽ അടങ്ങിയതാണ്. അതിൽ 1-2 സെമസ്റ്ററുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കലാണ് ജനറൽ വർക്ക്ഷോപ്പ്. ഈ ജനറൽ വർക്ക്ഷോപ്പിൽ 6 സെക്ഷനുകളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അതിലൊന്ന് ഫിറ്റിംഗ്, രണ്ടാമത്തേത് കാർപ്പൻട്രി, മൂന്നാമത്തേത് ഷീറ്റ് മെറ്റൽ, ഫൗണ്ടറി, സ്മിത്തിങ്, വെൽഡിങ് എന്നിങ്ങനെ 6 സെക്ഷനിലൂടെ നിങ്ങൾ കടന്നു പോകും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള കാർപ്പൻട്രി അഥവാ മരപ്പണിശാലയെക്കുറിച്ചുള്ള. അതിൽ എന്താണ് മരപ്പണിശാല, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ഇന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് സംബന്ധിച്ച വർക്കുകളും അതിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ലോഗ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മാനുവൽ നിങ്ങൾക്ക് അയച്ചു തരും, വാട്സപ്പിൽ അയച്ചു തരുന്നതാണ്. അതനുസരിച്ച് നമ്മൾ സാധാരണ റഫ് റെക്കോർഡും ഫെയർ റെക്കോർഡും വരച്ച് എഴുതി, അതോടൊപ്പം തന്നെ റഫ് റെക്കോർഡ് ഫസ്റ്റ് വരയ്ക്കുന്നു, കാണിച്ച് ഓക്കെ ആയതിനു ശേഷം നമ്മൾ വർക്ക് ചെയ്യുന്നു. വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫെയർ റെക്കോർഡ് വരയ്ക്കുന്നു. ഫെയർ റെക്കോർഡ് വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആണ് നിങ്ങളുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻ തരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ റഫ് റെക്കോർഡ് വരയ്ക്കുന്നു. ആ റഫ് റെക്കോർഡ് വരച്ചിട്ടാണ് നിങ്ങൾ വരുന്നത്. വന്ന് അത് നോക്കിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ രണ്ടാമത്തെ വർക്കിൻ്റെ റഫ് റെക്കോർഡും ആദ്യത്തെ വർക്കിൻ്റെ ഫെയർ റെക്കോർഡും കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇവിടെ തൽക്കാലം ഈ ഒരു പാൻഡമിക് കണ്ടീഷനിൽ നമ്മൾ ഒരു കോളേജ് നോട്ട്, വലിയ ക്ലാസ്മേറ്റ് വലിയ കോളേജ് നോട്ട് വാങ്ങിച്ചിട്ട് നമ്മളതിൽ ഇത് വൃത്തിയായി ഒരു വശത്ത് വരയ്ക്കുകയും, വരയിടാത്ത നോട്ട് വാങ്ങിച്ചാൽ മതി, ഒരു വശത്ത് ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുകയും വലത് വശത്ത് എഴുതാനുള്ള ഭാഗങ്ങൾ കാണിക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിന്ന് കാർപ്പൻട്രി അഥവാ മരപ്പണിശാലയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, മരപ്പണിശാലയിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂൾസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാം. ബേസിക് ഹാൻഡ് ടൂൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആശാരിപ്പണി എടുക്കുന്ന ആളുകളുടെ കയ്യിലുള്ള അതേ ടൂൾസുകളൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ അതിന് പറയുന്ന പേരുകൾ നമ്മൾ സയൻറ്റിഫിക് പേരുകളായിരിക്കും പറയും. എന്നാൽ നമ്മുടെ ലോക്കലായിട്ടുള്ള കാർപ്പൻറ്റേഴ്സ് പറയുന്നത് മറ്റു പല ചെറിയ ചെറിയ വ്യത്യാസമുള്ള പേരുകളായിരിക്കും. അപ്പോൾ നമ്മളതും വയ്ക്കേണ്ട, നമുക്ക് പഠിക്കണം. നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തത് ട്രൈ സ്ക്വയർ. നിങ്ങൾക്കറിയാം, സെറ്റ് സ്ക്വയർ, ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് മട്ടം അളക്കാൻ ചെക്ക് ചെയ്യാനും പറ്റും. രണ്ടാമത്തെ ജി ക്ലാമ്പാണ്. ജി ക്ലാമ്പ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചെറിയ മരത്തിൻ്റെ പീസൊക്കെ ഒരു വർക്ക് ബെഞ്ചിൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജി ക്ലാമ്പ്. മൂന്നാമത്തത് സോയാണ്. ഇത് കോപ്പിയിങ് സോ എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പിലുള്ള പീസുകൾ വരച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് കോപ്പിയിങ് സോ. മറ്റൊന്ന് ഹാൻഡ് സോ. ഹാൻഡ് സോ നിങ്ങൾക്കറിയാം, മരുന്ന് പീസുകൾ കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് സോ. ഇത് മെഷറിംഗ് ടേപ്പാണ്. ടേപ്പ് സാധാരണ 5 മീറ്റർ 3 മീറ്റർ ഒക്കെ ആയിരിക്കും ഉണ്ടാവും മാക്സിമം. അപ്പം അത്തരം ടേപ്പുകളിൽ മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ഇഞ്ച്, അടി, ഇത്തരം കാര്യങ്ങളും മീറ്റർ മുതലായ യൂണിറ്റുകളായിരിക്കും കാണിക്കുന്നത്. ഇത് ക്ലോ ഹാമറാണ്. ക്ലോ ഹാമറിൻ്റെ ഒരു വശത്ത് ഹാമറായിട്ടും മറ്റേ വശത്ത് ക്ലോ എന്ന് പറയുന്നത് നെയിൽസ് അഥവാ ആണികൾ പറച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാമറാണ് ക്ലോ ഹാമർ. ഇത് ഡെഡ് ബ്ലോ ഹാമർ. ബ്ലോ ഹാമർ അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാമറാണ്. അതുപോലെ തന്നെ ഹാൻഡ് ഡ്രില്ല്, തുളയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് ഡ്രില്ല്. പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടാകും ചിസൽ. ചിസലുകൾ ഒരുപാട് ടൈപ്പുള്ള ചിസലുകളുണ്ട്. ഇതൊരു മോഡലായിട്ടുള്ള ചിസൽ എന്നുള്ള ടൂൾ മാത്രം പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ റാസ്പ് എന്ന് പറയും. അതായത് മരം ഫയൽ ചെയ്യുന്നത് പോലെ ഫയൽ ചെയ്ത് അതിൻ്റെ സർഫേസിൽ നിന്നും മരത്തിൻ്റെ പൊടികൾ പോലെ അതിൻ്റെ മരത്തിൻ്റെ ഭാഗങ്ങൾ നീക്കം ചെയ്ത് ഉപയോഗിക്കുന്നതാണ് റാസ്പ്. ഇത് സാൻഡ് പേപ്പർ. സാൻഡ് പേപ്പർ മരത്തിൻ്റെ സർഫേസ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ. ഇത് നെയിൽ, നിങ്ങൾക്കറിയാം, ആണി. ഇതെല്ലാം കാർപ്പൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പെട്ടതാണ്. മറ്റൊന്ന് ബേസിക് ഹാൻഡ് ടൂൾസിനെ കുറിച്ച് തന്നെ മറ്റൊരു ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് ബാക്ക് സോ എന്ന് പറയും. ചെറിയ വ്യത്യാസമുണ്ട് ചതുരത്തിൽ. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുപിടിച്ചിട്ടുള്ള ഹാൻഡ് സോ. ഇത് ബാക്ക് സോ എന്ന് പറയും. അത് തന്നെ ടെനൻ സോ എന്നുള്ളതും ചെറിയ വ്യത്യാസത്തിൽ വരാറുണ്ട്. ഇത് മെറ്റൽ സ്മൂത്തിങ് പ്ലെയിൻ. ഇത് റാസ്പ് ആൻഡ് ഫയൽസ് ആണ്. ഇത് ട്രൈ സ്ക്വയർ, മീറ്റർ, ബോക്സ്, ലെവൽ. അതായത് സ്പിരിറ്റ് ലെവലാണ്.
ഉപയോഗിക്കുന്നത്. ചിസൽസ്, പഞ്ചസ്, ജിംലെറ്റ് ഒന്നും തുളയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ടൈപ്പ്, ഓൾ എന്ന് പറയുന്നത് ചെറിയ തുളയൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടും കുത്തി തുളയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഇത് പ്ലെയേഴ്സ്, കട്ടിങ് നോസ് പ്ലെയർ എന്നൊക്കെ പറയും. ഇത് റാറ്റഡ് ബ്രേസ് ആണ്. ബ്രേസ് എന്ന് പറയുന്നത് തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന, കൈ ഉപയോഗിച്ച് മാത്രം തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇപ്പം അതിന് പകരം നമ്മൾ ഉപയോഗിക്കും ഡ്രില്ലിംഗ് മെഷീനാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് സ്ക്രൂ ഡ്രൈവർ, ഇത് പ്രോഗ്രാമർ മുതലായവ. ഇത് അതുപോലെ തന്നെ തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന 2-3 ടൈപ്പുള്ള ഓഗേഴ്സ് ആണ്. ഓഗർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് സ്പിരിറ്റ് ലെവലോട് കൂടിയ ട്രൈ സ്ക്വയർ ആണ്. ഇതെല്ലാം നേരത്തെ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇത് വിവിധ തരം സ്ക്രൂസുകൾ, നെയിൽ ആണികൾ, സ്മോൾ ബോൾട്ട്. ഇത് പ്ലെയിൻ എന്ന് പറയും, ജാക്ക് പ്ലെയിൻ. ജാക്ക് പ്ലെയിൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു മരത്തിൻ്റെ സർഫേസ് അല്ലെങ്കിൽ ഉപരിതലം മിനുസപ്പെടുത്തുന്നതിനോട് ഉപയോഗിക്കുന്നതാണ് ജാക്ക് പ്ലെയിൻ. ഇത് മരത്തിൻ്റെ പഴയ ടൈപ്പിലുള്ള ജാക്ക് പ്ലെയിൻ ആണ്. ഇത് ബ്രേസ് ആണ്. നമ്മൾ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇത് മാലറ്റ് എന്ന് പറയും, കൊട്ടുപടി എന്ന് മലയാളത്തിൽ പറയും. നമ്മളതിന് പറയുന്നത് മാലറ്റ് എന്നാണ്. മരം കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ചുറ്റിക പോലുള്ള ഒരു സാധനമാണ് മാലറ്റ്. ഇത് അക്സ് എന്ന് പറയും. ചെത്തി, മരത്തിൻ്റെ പീസുകളൊക്കെ ചെത്തിയിട്ട് കൈപ്പിടികളും ഒക്കെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് അക്സ്. ഇത് ബോസോ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇറഗുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സ്പിരിറ്റ് ലെവലും. ഇത് സ്പോക്ക് ഷേവ് എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ ഇപ്പോൾ കൈക്കോലിൻ്റെ ഒക്കെ ഒരു പീസിൻ്റെ വളഞ്ഞ പ്രതലങ്ങൾ മീൻസപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് സ്പോക്ക് ഷേവ്. അടുത്തത് ഇത് ഒരു തരം ചിസൽസ് ആണ്. കാർവിംഗ് വർക്കുകൾ, അതായത് കാർവിംഗ് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ചിസൽസ്. കാർവിംഗ് ചിസൽസ് ആണിത്. കാർവിംഗ് വർക്കുകൾ ചെയ്തിരിക്കുകയാണ്. മരത്തിൽ കൊത്തുപണികൾ ചെയ്തിരിക്കുകയാണ്. അതിനോട് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ആണത്. എന്നാൽ പുതിയ യുഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള റോട്ടർ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് ആണ് കാർവിംഗ് വർക്കുകൾ ചെയ്യാറുള്ളത്. പിന്നെ വളരെ മൈന്യൂട്ടായിട്ടും പ്രിസിഷൻ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഹാൻഡ് ടൂൾസുകളും ഉപയോഗിക്കാറുണ്ട്. ഇത് നേരത്തെ പറഞ്ഞു ജാക്ക് പ്ലെയിൻ ആണ്. നമ്മൾ പരമ്പരാഗത ജാക്ക് പ്ലെയിൻ ആണ് ഈ ആദ്യം കാണുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഈ സർഫേസ് മിനുസപ്പെടുത്തുകയാണ്. ഇപ്പോൾ അതിന് പകരം സാൻഡർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലെയിനിങ് മെഷീൻസ്, ഹാൻഡ് മോട്ടോർ ഓപ്പറേറ്റർ പ്ലെയിനിങ് മെഷീൻസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇത് റോട്ടർ മെഷീൻസ് ആണ്. റോട്ടർ മെഷീൻസ് കൊത്തുപണികൾ പോലെ പൊഴികളും ചാലുകളും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഇത്തരം മെഷീനുകളാണ്. ഇത് മീറ്റർ കട്ടിങ് സോസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് പല ഷേപ്പിൽ നമുക്ക് മെറ്റൽസ് കട്ട് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. സർക്കുലർ കട്ടിങ് സോ ആണ്. ഇത് സാൻഡർ ആണ്. വിവിധ തരം സാൻഡർ മെഷീൻസ് ആണ് സർഫേസ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പ്ലെയിനിങ് മെഷീനാണ്. വാതിലിൻ്റെയൊക്കെ വലിയ പീസുകൾ, വലിയ പലകകൾ സർഫേസ് ജാക്ക് പ്ലെയിൻ കൊണ്ടായിരുന്നു പണ്ട് മിനുസപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ അതിന് പകരം ഇത് പ്ലെയിനിങ് മെഷീനിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ. ഇത് അതിൻ്റെ ടേബിൾ പോലുള്ള ഭാഗമാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഇതിൻ്റെ കട്ടർ വരും. ഇത് തള്ളിയങ്ങ് വിടുന്ന സമയത്ത് ആ കട്ടർ വഴി കട്ട് ചെയ്ത് എക്സസ് പാർട്ടുകൾ കട്ട് ചെയ്ത് പോകും. ആ കട്ടറിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കാർപ്പൻ്ററിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ജോയിൻറ്റുകളാണ്. ഹാഫ് ലാപ്പ് ജോയിൻറ്റ്, മിറ്റേഡ് ലാപ്പ് ജോയിൻറ്റ്, മിറ്റേഡ് നമ്മൾ ഇടയ്ക്ക് കയറിയിരിക്കുന്നു മിറ്റർ ജോയിൻറ്റ്, മറ്റേ ക്രോസ് ലാപ്പ് ജോയിൻറ്റ്, ഡവ് ടെയിൽ എന്ന് പറഞ്ഞാൽ ഡവിൻ്റെ ടെയിൽ പോലെയുള്ള, ഡവ് എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ ടെയിൽ പോലെയുള്ള ഡവ് ടെയിൽ ജോയിൻറ്റ്. അത് ഇട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് ഡവ് ടെയിൽ ക്രോസ്ഡ് ലാപ്പ് ജോയിൻറ്റ്സ്. ഇത് മറ്റു തരത്തിലുള്ള ചില ജോയിൻറ്റുകൾ. ഇത് ഡവ് ടെയിൽ ബഡ് ജോയിൻറ്റ്, ഡാഡോ ജോയിൻറ്റ്സ്, അതുപോലെ തന്നെ റാബറ്റ് ജോയിൻറ്റ്, ഡവ് ടെയിൽ ജോയിൻറ്റ്സ്. ഇതൊക്കെ സെൽഫ് ലോക്ക്ഡാണ്. പിന്നെ മിറ്റർ വിത്ത് വുഡ് പ്ലെയിൻ, ലാപ്പ് ജോയിൻറ്റ്, മോർട്ടിസ് ആൻഡ് ടെനൻ ജോയിൻറ്റ്സ്, ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റ്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജോയിൻറ്റുകൾ അവൈലബിൾ ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും വർക്കുകളൊന്നും ചെയ്യുന്നില്ല. ഒരു മാക്സിമം 3 വർക്ക് നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്കുകൾ നമ്മൾ വരച്ച് നിങ്ങൾ തയ്യാറാക്കി വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ കൺസേൺ ടീച്ചർ, ഇപ്പം കാർപ്പൻ്ററിയിൽ പഠിപ്പിക്കുന്നത് ഫൈസൽ സാറാണ്, സാറിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. സാർ അവിടെ നിങ്ങളുടെ മാർക്ക് ഇവിടെ മാർക്ക് ചെയ്യുകയും റെക്കോർഡിൻ്റെ മാർക്കായിട്ട് മാർക്ക് ചെയ്യും, വർക്ക് ചെയ്തതായിട്ട് കാണിക്കും. അവസാനം നമുക്ക് ഓപ്പണിംഗ് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ചെയ്യേണ്ടി വരും. അതിനുശേഷം നിങ്ങളുടെ മാർക്കുകൾ ഓരോ മാസവും ഇവിടെ വന്ന് അപ്ലോഡ് ചെയ്യും. ഇതിന് ഫസ്റ്റ് ഫേസിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഫേസിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യും. ശ്രദ്ധിക്കുക. കാർപ്പൻ്ററിയിൽ നിങ്ങൾ ഇതുപോലെ തന്നെ മറ്റൊന്ന് വർക്ക്ഷോപ്പ് ടെക്നോളജി വോളിയം 1 എല്ലാവരും വാങ്ങിച്ചിരിക്കണം.
ഡെസ്ക്ടോപ്പ് ടെക്നോളജി വോളിയം 1-ൽ ഈ എല്ലാ സെക്ഷനെ കുറിച്ചും വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് വായിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിനും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.